പ്രിയ സ്നേഹിതരെ, കുറേ വർഷങ്ങൾക്ക് മുൻപുണ്ടായ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പല തരത്തിലുള്ള റോസാ ചെടികൾ നട്ടിരിക്കുന്നതും അതിലോരോന്നിലും വ്യത്യസ്ത നിറങ്ങളുള്ള റോസാപ്പൂക്കൾ നിൽക്കുന്നതും കണ്ടപ്പോൾ എനിക്ക് വളരെ താല്പര്യം തോന്നി. ഞാൻ ആ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങി പോരുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എനിക്ക് ഈ റോസാ ചെടികളിൽ നിന്ന് 1-2 കമ്പെങ്കിലും മുറിച്ച് തരാമോ? ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് നടട്ടെ, വളരെ ഭംഗിയായിരിക്കുന്നു ഈ റോസാപ്പൂക്കൾ എന്ന് പറഞ്ഞ് അവൻ്റെ ആ പൂന്തോട്ടത്തിൽ നിന്ന് ചില റോസാ ചെടികളുടെ മുറ്റിയ കമ്പുകൾ നോക്കി അവൻ മുറിച്ച് എനിക്ക് തന്നു. ഞാൻ അതുകൊണ്ടൊന്ന് എൻ്റെ വീട്ടിൽ പൂന്തോട്ടം പോലെ ഉണ്ടായിരുന്നിടത്ത് നട്ടു. എന്നാൽ ആ നട്ടിട്ട് ഞാൻ അടുത്ത ദിവസം നോക്കുമ്പോൾ അതിന് ഒരനക്കവുമില്ല. ഞാൻ എന്ത് ചെയ്തു? ആ റോസാ കമ്പിനെ പതുക്കെ മണ്ണിൽ നിന്ന് മുകളിലേക്ക് പൊക്കിയെടുത്ത് നോക്കിയപ്പോൾ ഒന്നും പ്രത്യേകത തോന്നിയില്ല. ഞാൻ വീണ്ടും ആ റോസാ കമ്പ് അവിടെ കുഴിച്ചു വെച്ചു. അങ്ങനെ 2-3 ദിവസം തുടർമാനം അങ്ങനെ നോക്കുകയും എനിക്ക് ക്ഷമ കെടുകയും ചെയ്യുമ്പോൾ ഞാൻ ആ റോസാ കമ്പ് എടുത്ത് വീണ്ടും എല്ലാ ദിവസവും എടുത്ത് നോക്കുമ്പോൾ ഒരു വ്യത്യാസവും വരുന്നില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ റോസാ കമ്പിൻ്റെ മുകളിലത്തെ ഭാഗം ഉണങ്ങാൻ തുടങ്ങി, താഴത്തെ ചൂട് മണ്ണിലിരിക്കുന്ന ഭാഗം വാടാനും കരിയാനും തുടങ്ങി. അങ്ങനെ എനിക്ക് വളരെ വിഷമമായി. ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ തന്ന റോസാക്കമ്പ് അത് ഇവിടെ നട്ടിട്ട് ഒരു രീതിയിൽ കിളിക്കുന്നില്ലല്ലോ, വളരുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അന്നേരം അവൻ പറഞ്ഞു, അങ്ങനെ സംഭവിക്കുകയില്ലല്ലോ, ഇവിടുന്ന് ഞാൻ പലർക്കും കൊടുത്തിട്ടുണ്ട്, അവരുടെയൊക്കെ വീടുകളിൽ നട്ട റോസാക്കമ്പുകൾ കിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്ത് ചെയ്തു എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന് അന്ന് തന്നെ നട്ടു, അടുത്ത ദിവസം അതിനൊരു അനക്കവും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ അതിനെ പതുക്കെ മണ്ണിൽ ഇളക്കി നോക്കി. അനക്കമൊന്നും ഇല്ലാണ്ട് വീണ്ടും തിരിച്ചു വെച്ചു. അങ്ങനെ 2-3 ദിവസം ചെയ്ത് കഴിഞ്ഞ മുതലാണ് അത് വാടാൻ തുടങ്ങിയത് എന്ന് എന്നോട് പറയാനിടയായി. എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞത്, നമ്മൾ ക്ഷമ കെടുകയല്ല വേണ്ടത്. ഒരു റോസാക്കമ്പ് നട്ട് കഴിഞ്ഞാൽ അതിന് ഒരു 3-4 ദിവസത്തെ സമയം വേണം അതിൻ്റെ ചുവട്ടിൽ നിന്ന് മണ്ണിലേക്ക് വേരിറങ്ങി തുടങ്ങാനായിട്ട്. അങ്ങനെ വേരിറങ്ങി തുടങ്ങിയെങ്കിൽ മാത്രമേ അതിൻ്റെ മണ്ണിന് മുകളിലുള്ള കമ്പിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയ കിളിപ്പുകൾ വരികയുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. എൻ്റെ ചെറിയ പ്രായത്തിൽ അത്രയും അറിവില്ലാതിരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. എന്നാൽ വീണ്ടും എൻ്റെ കൂട്ടുകാരന് എന്ത് ചെയ്തു, അടുത്ത ദിവസം അവൻ തന്നെ 2-3 കമ്പുകൾ മുറിച്ചുകൊണ്ട് വന്ന് എൻ്റെ വീട്ടിൽ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, നീ കമ്പിവിടെ നട്, ഇനി അത് വലിച്ചിളക്കരുത്, നീ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു കിളിർപ്പ് വന്നപ്പോൾ എനിക്ക് അതിയായ സന്തോഷം വന്നു. ഞാനിത് പറയുന്നത് ഒരു നടന്ന സംഭവമാണെങ്കിൽ പോലും നമ്മളെ ഒരു പാഠം ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഏതൊരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും നമുക്ക് അതിൻ്റെതായ ഒരു സാവധാനത ആവശ്യമാണ്. ചിലർക്ക് ഭയങ്കര തിരക്കാണ്. ഏത് കാര്യവും അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കണം, ഇല്ലെങ്കിൽ വലിയ മുഷ്ടിലാണ്. ഇല്ല, പറ്റത്തില്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കണം, ഞാൻ പറയുന്നത് പോലെ കാര്യം സാധിക്കണം എന്നൊക്കെ നിർബന്ധം പിടിക്കുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ ആവരുത്. നമ്മൾ ഒരു റോസാക്കമ്പിന് 3-4 ദിവസം വേണം കിളിർക്കാൻ എങ്കിൽ മറ്റു ചില ചെടികൾക്ക് കുറേയേറെ സമയം വേണം. ഇനിയും ചില ജീവികൾ ജനിച്ചാൽ 2-3 ദിവസം കഴിയുമ്പോഴേ ഓടിച്ചാടി നടക്കാൻ തുടങ്ങും. എന്നാൽ ഒരു മനുഷ്യക്കുഞ്ഞ് ഓടിച്ചാടി കളിച്ച് നടക്കണമെങ്കിൽ 1 വയസ്സെങ്കിലും കഴിയണം. അപ്പോൾ ഇതേപോലെ പ്രകൃതിയിലും മനുഷ്യരുടെയിലും ഏത് ജീവികളുടെ ഇടയിലും ഓരോന്നിനും ഓരോ സമയമുണ്ട്, ഒരു ക്ലിപ്തതയുണ്ട്. അതനുസരിച്ച് മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. നമ്മളതിൻ്റെ പുറകെ തിരക്ക് പിടിച്ചിട്ട് ഞാൻ പറയുന്ന സമയത്ത് നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. കാരണം ഈ പ്രകൃതിയെയും ഇതിലുള്ള സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം ഇതിന് ഓരോന്നിനും ഓരോ സമയം വച്ചിട്ടുണ്ട്. ഇതേപോലെ ദൈവം നമ്മുടെ കാര്യങ്ങൾക്കും ഓരോന്നിനും ഓരോ സമയം വെച്ചിട്ടുണ്ട്. നമ്മുടെ കൈയൊന്ന് മുറിഞ്ഞു എന്നിരിക്കട്ടെ, ചെറിയൊരു മുറിവ് വന്നു എങ്കിൽ ആ മുറിവ് കരിയാൻ 1-2 ദിവസം സമയമെടുക്കും. കൂടെ ആ മുറിവ് ഒന്ന് ഇളക്കി നോക്കിയാൽ ആ മുറിവ് ഉണങ്ങാതെ ഇരുന്നാൽ അത് പിന്നീട് അത് പഴുക്കാനൊക്കെ ഇടയാകും. നമ്മുടെ ജീവിതത്തിലും ഓരോ കാര്യം ചെയ്യുന്നതിനും ഓരോ അടുക്കും ചിട്ടയൊക്കെ ഉണ്ട്. ദൈവസന്നിധിയിൽ നമ്മൾ ഇതുപോലെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിലും നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്ന വിഷയത്തിലും ദൈവം വച്ചിരിക്കുന്ന ക്രമമനുസരിച്ചും സമയമനുസരിച്ചും വേണം നമ്മൾ അതിൽ
ഭാഗവാക്കാകുവാനും പ്രതീക്ഷിക്കുവാനും ഉത്തരം കണ്ടെത്തുവാനൊക്കെ. ചിലർ പറയുന്നത്, ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചു, ഇപ്പോൾ എനിക്ക് മറുപടി കിട്ടിയേ മതിയാകൂ എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ആവരുത്. ദൈവം നമ്മളോട് നമുക്ക് വേണ്ടിയ സമയത്ത് വേണ്ടിയതുപോലെ ഉള്ള മറുപടി തരും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. ഇങ്ങനൊരു വാക്യമുണ്ട്, നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് വേണം അപേക്ഷിക്കാൻ. എന്തിനാ നന്ദി പറയുന്നറിയാമോ? എൻ്റെ ദൈവം എൻ്റെ അപേക്ഷ കേട്ട് മറുപടി തരും എന്ന് അഡ്വാൻസായിട്ട് മുൻകൂട്ടി തന്നെ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. അപ്പോൾ എന്തൊക്കെ വിശ്വസിക്കണം? ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, ഞാൻ അപേക്ഷിച്ച കാര്യത്തിൽ ദൈവം എനിക്ക് തക്ക സമയത്ത് കാര്യം സാധിപ്പിച്ച് തന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ക്ഷമയോടെ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കണം. ദൈവം ഒരിക്കലും ആർക്കും അവിശ്വസ്തത കാണിക്കുന്നില്ല. ദൈവം വളരെ വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ പ്രതീക്ഷയോടെ ഇരുന്ന്, ദൈവമേ, അങ്ങയുടെ സമയത്ത് അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, എന്നെ സഹായിക്കണമേ, എന്നെ വിടുവിക്കണമേ, എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് വളരെ പ്രതീക്ഷയോടെ, വിശ്വാസം കൈവിടാതെ നമുക്ക് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.